അങ്ങനെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് നമ്മൾ പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞത്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, ആ വാക്ക് പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക. അങ്ങനെ നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും ആ പ്രതിനിധികളെ നമ്മൾ മെമ്പർ ഓഫ് പാർലമെൻറ്റ് അഥവാ MP-മാർ, അല്ലെങ്കിൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അഥവാ MLA-മാർ, ഇങ്ങനെ പഞ്ചായത്ത് മെമ്പർമാർ, ഇങ്ങനെ പല പേരുകളിൽ വിളിക്കും. ആ വിജയിച്ച് ഭൂരിപക്ഷം കിട്ടിയ പാർട്ടിയുടെ നേതാവാണ് സാധാരണഗതിയിൽ ഈ MP-മാരിൽ നിന്നും ഒരാൾ പ്രധാനമന്ത്രിയായിട്ട് മാറുന്നത്, പ്രൈം മിനിസ്റ്റർ. അങ്ങനെ ഒരു മന്ത്രിസഭ രൂപീകരിച്ച് കഴിയുമ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പലവിധ ഫോട്ടോകളാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് MP-മാർ ഉണ്ടാവുക. ഇതാണ് നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ, അല്ലെങ്കിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും നീതിന്യായ വിഭാഗവും നിയമനിർവഹണ വിഭാഗവും ഒക്കെ ഉൾപ്പെടുന്ന ഇന്ത്യൻ പാർലമെൻറ്റ് എന്നൊരു വിഭാഗം. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കൂട്ടം MP-മാർ ചേർന്നാണ് പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിയെയും ക്യാബിനറ്റ് മന്ത്രിമാരെയും സഹമന്ത്രിമാരെയും ഒക്കെ തിരഞ്ഞെടുക്കുക. അപ്പം ഇതിലുൾപ്പെടുന്ന ഈ ഒരു ഭരണ സംവിധാനമാണ് നമ്മൾ ഗവൺമെൻറ് എന്ന പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന പേര് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്. ഫെഡറൽ എന്ന് പറഞ്ഞാൽ കേന്ദ്രവുമുണ്ട് സംസ്ഥാനവും പരസ്പരം സഹകരിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പം ഇന്ത്യയിലെ എല്ലാ കേന്ദ്ര ഗവൺമെൻറ്റിനെ പോലെ തന്നെ ഓരോ സംസ്ഥാനത്തിനും ഓരോ ഗവൺമെൻറ്റുകളുണ്ട്. അതും നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മൾ MLA-മാരെ തിരഞ്ഞെടുക്കുന്നു. ആ MLA-മാരിൽ നിന്നും ആ പാർട്ടിയുടെ നേതാവ് ആരാണോ അയാൾ മുഖ്യമന്ത്രിയാവുന്നു, ഓരോ വകുപ്പുകളുടെയും മന്ത്രിമാരാവുന്നു. അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ് ഫോം ചെയ്യും. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള നല്ലതും ചീത്തയുമായ വശങ്ങൾ, നല്ലതിനെ അംഗീകരിക്കുകയും മോശപ്പെട്ടതിനെ വിമർശിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്തും കൂടിയാണ്, ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള പഠനം കൂടിയാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞപ്പം പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്, ഓർത്ത് വെക്കുക. പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ്. സെക്കൻഡ് വൺ, പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി. ആൻഡ് തേർഡ് വൺ ഈസ് ദ സ്റ്റഡി ഓഫ് ഗവൺമെൻറ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇപ്പം 4മതായിട്ട് രാഷ്ട്രതന്ത്രം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ പ്രോസസ്, രാഷ്ട്രീയ പ്രക്രിയകളെക്കുറിച്ച്. അല്ലേ? എന്താണ് രാഷ്ട്രീയ പ്രക്രിയകൾ അഥവാ പൊളിറ്റിക്കൽ പ്രോസസ്സ്? ഒരുപാട് പ്രോസസ്സ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി നടക്കാൻ പോകുന്നുണ്ട്, മുമ്പ് കുറേ നടന്ന് കഴിഞ്ഞതാണ്. അപ്പം അതിൽ കുറേ നല്ല ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഡെമോക്രസി. ഡെമോക്രസി എന്ന ആശയം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗ്രീക്ക് എന്ന രാജ്യത്ത് ഉത്ഭവിച്ച ഒരു മഹത്തായ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് പൊളിറ്റിക്കൽ പ്രോസസ്. അത് ആദ്യഘട്ടത്തിലൊന്നും പല രാജ്യങ്ങളും അംഗീകരിച്ചില്ല. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനമാണ് ഡെമോക്രസി. ഇതുപോലുള്ള ഒരുപാട് പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, പൊളിറ്റിക്കൽ പ്രോസസ്സ് ഒക്കെ നമ്മൾ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൽ, പൊളിറ്റിക്കൽ സയൻസിൽ കൃത്യമായിട്ട് വിശകലനം ചെയ്യും. അതിന് നല്ലയും ചീത്തയുമായ വശങ്ങൾ പഠിക്കും, അതിനെപ്പറ്റി വിലയിരുത്തും, വിമർശനങ്ങൾ നടത്തും. അല്ലെ? കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, ഇങ്ങനെ ഒരുപാട് ഇസങ്ങൾ ലോകത്ത്. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ നല്ല അംശങ്ങൾ അംഗീകരിക്കുകയും മോശപ്പെട്ടവ വിമർശനാത്മകമായിട്ട് വിലയിരുത്താനും നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ ലോകത്ത് മുമ്പ് ഉണ്ടായിട്ടുള്ളതും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇനി വരാൻ പോകുന്നതുമായ ഒരുപാട് രാഷ്ട്രീയ ആശയങ്ങൾ, രാഷ്ട്രീയ ശാസ്ത്രങ്ങൾ, രാഷ്ട്രീയ പ്രക്രിയകൾ
ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിലൂടെ കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ.